നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 പ്രതികൾ കൂടി കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറയിലെ സഫ്വാൻ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായതാണ് കേസിൽ നിർണായകമായത്. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. യുവതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം. 7 OPകൾ മുടങ്ങി. ഡോക്ടർമാരുടെ അഭാവം മൂലം ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ബോർഡും ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മലയാറ്റുകര കരിങ്കൽ ക്വാറി അടപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 16-ാം ദിവസം എണ്ണപ്പാറ യൂത്ത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരും എണ്ണപ്പാറ നന്മ കുടുംബശ്രീ പ്രവർത്തകരും സത്യാഗ്രഹമിരുന്നു. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വെടിവെപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 പ്രതികൾ കൂടി കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറയിലെ സഫ്വാൻ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായതാണ് കേസിൽ നിർണായകമായത്. കുമ്പള കൃഷ്ണനഗറിന് സമീപത്ത് യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 6 പ്രതികളാണ് കുമ്പള SIയുടെ മുൻപിൽ ഹാജരായത്. കുമ്പള കുണ്ടങ്കേരിടുക്ക സ്വദേശികളായ മുഹമ്മദ് ഹാഷിം, അബു ജാസിം, റമീസ് റോഷാൽ ഫിറോസ്, മിൻഹാജ് ഫസൽ റഹ്മാൻ, മൊഹ്യുദ്ദീൻ നിഹാൽ എന്നിവരാണ് കുമ്പള പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. മാർച്ച് 30 രാത്രി 12 മണിയോടെ കുമ്പള ബദിയിടുക്ക റോഡിലെ കൃഷ്ണനഗറിന് സമീപത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപം കുമ്പള മാട്ടംകുഴിയിലെ അഫ്സാൻ ഫഹദിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇവർ. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറ സ്വദേശി അമീൻ സഫ്വാനെ കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പോലീസ് നേരത്തെ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ ഇയാളെ തടഞ്ഞുവെച്ച് വിവരം കുമ്പള പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് SI സനീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം കുമ്പളയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് കൂട്ടുപ്രതികളായ 6 പേർ പോലീസിന് മുമ്പിൽ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രതിയായ കുണ്ടങ്കേരിടുക്ക സ്വദേശി മുഹമ്മദ് അനസ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. യുവതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിലെ പ്രതിയാണ് 17-കാരൻ. 17-കാരന് യുവതി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 17-കാരന്റെ പരാതിയിൽ 36-കാരിക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തു. സംഭവം നടന്നത് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അങ്ങോട്ടേക്ക് കൈമാറി. ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിലെ പ്രതിയാണ് 17-കാരൻ. ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നേരത്തെ യുവതി പീഡിപ്പിച്ച വിവരം ആൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് രാജപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം. 7 OPകൾ മുടങ്ങി. ഡോക്ടർമാരുടെ അഭാവം മൂലം ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന ബോർഡും ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ നിന്നടക്കം വിദഗ്ധ ചികിത്സ തേടി അതിരാവിലെ ജില്ലാ ആശുപത്രിയിലെത്തും. എന്നാൽ പാവപ്പെട്ട രോഗികളെ വരവേറ്റത് നോ ബോർഡ്. OP ടിക്കറ്റ് കൗണ്ടറിനു മുന്നിൽ പ്രദർശിപ്പിച്ച 16 OPകളുടെ പട്ടികയിൽ 10 OPകൾ S രേഖപ്പെടുത്തിയപ്പോൾ 6 OPകളിൽ നോ കയറി. ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വിഭാഗമായ ഫിസിഷ്യൻ, പീഡിയാട്രിക്, ENT OPകളും നോ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ രോഗികൾ തീർത്തും ദുരിതത്തിലായി. ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്ന സായാഹ്ന OP വിഷുദിനം മുതൽ ഡോക്ടർമാരുടെ കുറവ് കാരണം നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതോടെ തിരക്കിലായത് അത്യാഹിത വിഭാഗമാണ്.
പനി രോഗികൾ അടക്കം കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടുന്നതാണ് തിരക്കിന് ഇടയാക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഇവിടെ OP ടിക്കറ്റ് ഇപ്പോൾ ഇന്നലെ മുതൽ ഉച്ചശേഷം OPയുടെ പനീനെ ക്ലിനിക്കിൽ നിരോധിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ നേരെ ഇല്ല. പണ്ട് കാര്യങ്ങളൊന്നുമില്ല. രോഗികളാണ് എത്ര ദൂരത്തു നിന്ന് വന്നിട്ട് ഇവിടെ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ വരുന്നത് 10-11 മണിയാണ്. ഇവിടെ OP ടിക്കറ്റിനൊക്കെ ഡോക്ടർ ഉണ്ടാകുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെന്തിനെ പറയേണ്ടത്? കാഷ്വാലിറ്റിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. 3 ഫിസിഷ്യന്മാരുടെ സേവനം ആവശ്യമുള്ള ആശുപത്രിയിൽ നിലവിൽ 2 ഫിസിഷ്യന്മാരാണുള്ളത്. കഴിഞ്ഞ മാസം വരെ 5 ഓർത്തോ സർജന്മാരുടെ സേവനം ആശുപത്രിയിൽ ലഭിച്ചിരുന്നു. ഇതിൽ ഒരു ഡോക്ടർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ഒരാൾ സ്ഥലം മാറ്റം കിട്ടി പോവുകയും ചെയ്തതോടെ എല്ലുരോഗ വിഭാഗത്തിലും തിരക്കൊഴിഞ്ഞ നേരമില്ല. സമീപ സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി വിദഗ്ധ ഡോക്ടർമാരെ നിയമിച്ചാണ് പലപ്പോഴും ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കുന്നത്. ശസ്ത്രക്രിയ, രാത്രി സേവനം തുടങ്ങിയ ചുമതലകൾ കൂടി ഡോക്ടർമാർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. സ്ഥിരമായി നേരിടുന്ന ഡോക്ടർമാരുടെ കുറവിനു പുറമെ സ്ഥലം മാറ്റം കിട്ടിപ്പോയ ഡോക്ടർമാർക്ക് പകരമായി ഡോക്ടർമാർ എത്താത്തതും സർവീസിലുള്ള ഡോക്ടർമാർ ഉന്നത പഠനത്തിനും മറ്റുമായി അവധിയിൽ പോയതുമാണ് OPകൾ ചുരുങ്ങാനുള്ള കാരണം. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മടിയൻ നാരായണ മാരാരുടെ നേതൃത്വത്തിൽ നടന്ന 60ഓളം വാദ്യ കലാകാരന്മാരുടെ പഞ്ചാരിമേളം കണ്ണിനും കാതിനും ഇമ്പമുള്ള കാഴ്ചയായി മാറി. ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്നുവന്ന മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമവും തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങളും നടന്നു. വ്യാഴാഴ്ച രാവിലെ 7:34 മുതൽ 9:39 വരെയുള്ള പുണർത്തം 2ാം കാലിൽ ഇടവം രാശി മുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠാ കർമ്മം നടന്നു. തുടർന്ന് അനുബന്ധ കലശാഭിഷേക ചടങ്ങുകളും നടന്നു. തുടർന്ന് മടിയൻ നാരായണമാരാരും കേരളത്തിലെ പ്രഗത്ഭരായ 60ഓളം വാദ്യ കലാകാരന്മാരും അണിനിരുന്ന അതിഗംഭീരമായ പ്രമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. പഞ്ചാരിമേളം ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. മണിക്ക് മടിയൻ നാരായണമാരാർക്ക് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായർ പട്ടും വളയും ആചാരപ്പേരും നൽകി ആദരിച്ചു. ക്ഷേത്രവാദ്യരത്നം മടിയൻ നാരായണമാരാർ. തുടർന്ന് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടന്നു. ക്ഷേത്ര നവീകരണ കമ്മിറ്റി ചെയർമാൻ K. വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണ മാരാർ നാരായണ മാരാരെ പരിചയപ്പെടുത്തി. ഡോക്ടർ വാദ്യപ്രവീൺ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ നാരായണ മാരാരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ ഉപഹാര വിതരണം നടത്തി. വി നാരായണൻ കീർത്തിപത്ര സമർപ്പണം നടത്തി. KV അശോകൻ, P. വിജയൻ, AV പവിത്രൻ, രാജൻ പാലക്കി, രാജേഷ് തൃക്കണ്ണാട്, സുരേഷ് ചന്തയിൽ, റിജേഷ് മടിയൻ, A. കൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കൊട്ടില ഉണ്ണികൃഷ്ണൻ മാരാർ നീലേശ്വരം നന്ദിയർപ്പിച്ച് സംസാരിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി ഉത്സവ ദിവസങ്ങളിൽ അന്നദാനത്തിന് പാചകത്തിന് നേതൃത്വം നൽകിയ പുല്ലൂർ A. കൃഷ്ണൻ, ശശി മാസ്റ്റർ തീർത്ഥത്തിൽ, സുരേഷൻ വീരാശ്വരം എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. കൂടാതെ തെയ്യംപാടി കലാകാരന്മാരായ പ്രകാശൻ പുന്നാട്,
രഞ്ജിത്ത് പുന്നാട്, ഷാജി പുന്നാട് എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് സ്വരാമൃത് നക്ടർ ഓഫ് മ്യൂസിക് നോട്ട്സ് ഭജന അവതരിപ്പിച്ചു. 12:30 അന്നപ്രസാദ വിതരണം നടന്നു. നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ പരിസമാപ്തിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മെയ് 3 വൈകുന്നേരം 6 മണിക്ക് ലക്ഷം ദീപ സമർപ്പണം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മെഡിസെപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഇന്ന് ജീവനക്കാർക്കാകെ ബാധ്യതയായി മാറിയെന്നും മെഡിസിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ളയാണെന്നും കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ പറഞ്ഞു. ഇൻഷുറൻസ് കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന പ്രീമിയം തുക 500 രൂപയിൽ നിന്ന് 687 രൂപയായി വർദ്ധിപ്പിച്ചെങ്കിലും വർധനവിന്റെ ഗുണഫലങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന വസ്തുത തെളിവ് സഹിതം പുറത്തുവന്നിരിക്കുന്നെന്നും പദ്ധതിയുടെ നടത്തിപ്പുകാരായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന പൊതുമേഖലാ സ്ഥാപനം നടത്തിപ്പ് ചുമതല സ്വകാര്യ കമ്പനികൾക്ക് മറിച്ചു നൽകിയത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ മാസത്തിൽ ലഭിക്കുന്ന നമ്മുടെ ശമ്പളം ഒഴികെ എല്ലാം നിഷേധിച്ച ഒരു സർക്കാരാണ് നമ്മൾ മുമ്പിൽ. കോവിഡ് കാലത്തിൽ തുടങ്ങിയ കൊള്ളയാണ്. കോവിഡ് വന്നപ്പോൾ സംസ്ഥാനം ഭരിച്ച സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാവർക്കും കിറ്റ് കൊടുത്തു. 65,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ശശിക്കും കൊടുത്തു കിറ്റ്. അപ്പൊ ശശി തന്നെ ആലോചിച്ചു, എനിക്കെന്തിനാണ് കിറ്റ് തരുന്നത്, എനിക്ക് ശമ്പളമില്ലേ. സർക്കാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലാണ്. പട്ടിണിക്കാരനും കൂലിപ്പണിക്കാരനും തൊട്ടിപ്പണിക്കാരനും ഡ്രൈവറായാലും കണ്ടക്ടറായാലും കർഷകനായാലും കർഷക തൊഴിലാളിയായാലും വ്യവസായിയായാലും മുതലാളിയായാലും ഗൾഫുകാരനായാലും സർക്കാർ ജീവനക്കാരനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ കിറ്റ് കൊടുത്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോയി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, ലോകേഷ് MB ആചാർ, വത്സല കൃഷ്ണൻ, MT പ്രസീത, VM രാജേഷ്, ജയരാജ് പെരിയ, ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി, ജില്ലാ വനിതാ ഫോറം കൺവീനർ ബിന്ദു പ്രദീപ്, നവനീത് കൃഷ്ണൻ, സുനോജ് മാത്യു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി VTP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം കൺവീനർ സഫീന PA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ബ്രിജേഷ് പൈനി, VK ബാലകൃഷ്ണൻ, കുശലൻ കുറുന്തൂർ, പ്രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രഘു ഇരിയണിയെ പ്രസിഡന്റായും ജയരാജ് പെരിയയെ സെക്രട്ടറിയായും ഗിരിജ മാപ്പിടിച്ചേരിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാമീണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ നേതാവ് ദിലീപ് കുമാർ മുഖർജിയെ അമ്പലത്തറ സ്നേഹവീട്ടിൽ വെച്ച് അനുസ്മരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്തറ സ്നേഹവീട്ടിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ നേതാവ് ദിലീപ് കുമാർ മുഖർജിയെ അമ്പലത്തറ സ്നേഹവീട്ടിൽ വെച്ച് അനുസ്മരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്തറ സ്നേഹവീട്ടിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1975 ഗ്രാമീണ ബാങ്കുകൾ വന്നത്. ഞങ്ങളെല്ലാം ഗ്രാമീണ ബാങ്കിൽ ജോലിക്കാരായിട്ട് അന്ന് കയറിയ ആൾക്കാരാണ് ഇപ്പോൾ വിരമിച്ചിട്ട് ഇവിടെയുള്ളത്. അന്ന് ഞങ്ങൾ വലിയ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. ബാങ്കിൻ്റെ ജോലി ചെയ്യുക, തുച്ഛമായ ശമ്പളം കൊടുക്കുക, ഒരു തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥയില്ല, ലീവ് ഉണ്ടാവില്ല, അതുപോലെയുള്ള മറ്റുള്ള ഒന്നും ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഗ്രാമീണ ബാങ്ക് ജീവനക്കാർക്ക് ഇന്ന് എല്ലാ ആനുകൂല്യങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇതിന് കാരണക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ദിലീപ് കുമാർ മുഖർജി. അദ്ദേഹം
1976 ഗ്രാമീണ ബാങ്ക് വന്നു, 94 വിരമിച്ചു. പക്ഷേ 2013 വരെ ഗ്രാമീണ ബാങ്കിലെ ജീവനക്കാരുടെ ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ ഒരു പരിധി വരെ വിജയം കണ്ടെത്തിയതിനു ശേഷമാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഒരുപാട് നിരന്തരമായ യാത്രകളിലൂടെ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ജീവനക്കാരെയും വ്യത്യസ്ത തരത്തിലുള്ളവരാണ്. കേരളത്തിലേത് വേറെ നമുക്കറിയാമല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള ജീവിത രീതികൾ, വിവിധ മതങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ, വിവിധ രീതിയിലുള്ള സാഹചര്യങ്ങൾ, ഇതിലൊക്കെ ജീവിച്ചു വന്നവരെ. KGBRF ജില്ലാ പ്രസിഡന്റ് A. കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. KP രാഘവൻ നമ്പ്യാർ, K. മാധവൻ, ഭാരതി, M. ദാമോദരൻ, A. വിജയൻ നായർ, മുനീസ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P. അപ്പക്കുഞ്ഞി സ്വാഗതവും ജില്ലാ സെക്രട്ടറി V. രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KVK മെഷീൻ ടൂൾസ് സെയിൽസ് ആൻഡ് സർവീസ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KVK മെഷീൻ ടൂൾസിന്റെ പുതിയ ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റൽ റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പെട്ടെന്നൊരു കോയമ്പത്തൂർ മാർക്കറ്റിൽ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് ഉള്ളത്. കാരണം കാഞ്ഞങ്ങാട് നഗരം വളരുകയാണ്, അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്ഥാപനങ്ങളും വളരുകയാണ്. അല്ല സുനിൽ, അതിനനുസരിച്ചിട്ട് കാഞ്ഞങ്ങാടിൻ്റെ വികസനത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളും വളരുകയാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനം മാറേണ്ട ഒരു ചിന്തയാണ് രാമേശ്വരത്തിന് വന്നിട്ടുള്ളത്. ആ ചിന്ത ഇനിയും നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കേരളത്തിലുടനീളം KVK ടൂൾസിൻ്റെ സ്ഥാപനം തുടങ്ങാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ സ്ഥാപനം നമുക്കറിയാം, രാമേശ്വരൻ്റെ ആത്മാർത്ഥമായ കമ്മിറ്റ്മെൻറ്റ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടും അദ്ദേഹത്തിൻ്റെ ജോലിയോടും കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടാണ് ഇത്രയും വലിയ സ്ഥാപനം ഇവിടെ വളർന്നിട്ടുള്ളത്. കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. KVK മെഷീൻ ടൂൾസിന്റെ ഉടമയായ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സതീശൻ മുണ്ടോട്ട് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ 79ാം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര, എഴുന്നള്ളത്ത്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. മാവുങ്കാൽ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ 79ാം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര, എഴുന്നള്ളത്ത്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് കലശപൂജ, നവഗ്രഹ പൂജ, ശിവേലി എഴുന്നള്ളത്ത്, വാദ്യകലയിലെ പരമോന്നത ബഹുമതിയായ ശ്രീ രാജരാജേശ്വര ക്ഷേത്ര കലാരത്ന പുരസ്കാരം നേടിയ നീലേശ്വരം സന്തോഷ് മാരാർക്ക് ആദരവ്, ഭജന, ആറാട്ട് എന്നിവയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം ബ്രഹ്മകലശോത്സവത്തിന് സമാപനമായി. 6 ദിവസങ്ങളിലായി നടന്ന ബ്രഹ്മകലശോത്സവത്തിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രാവിലെ 7:34 മുതൽ 9:37 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ ലേപനം, ബ്രഹ്മകലശാഭിഷേകം നടന്നു. എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജിക്ക് പൂർണ്ണകുംഭ സ്വാഗതവും തുടർന്ന് സമാപന സഭയും നടന്നു. ബ്രഹ്മകലശോത്സവ സമിതി അധ്യക്ഷൻ B. വസന്തപൈ അധ്യക്ഷത വഹിച്ചു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ആശീർവചനം നടത്തി. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അഷ്ടതന്ത്രി PB അച്ചു, PB തൗസീഫ്, സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. ബ്രഹ്മകലശോത്സവ സമിതി സെക്രട്ടറി സുനിൽ KR ചെന്നിക്കര സ്വാഗതവും ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രസാദ് PS കോട്ടക്കണി നന്ദിയും പറഞ്ഞു. ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ തുടക്കമാകും. രാത്രി ശ്രീദേവന്റെ ഉത്സവ ബലിയും തുടർന്ന് കട്ടപ്പൂജയോടും കൂടി വാർഷികോത്സവത്തിന് സമാപനമാകും. ನುಳ್ಳಿಪಾಡಿ ಶ್ರೀ ಅಯ್ಯಪ್ಪಸ್ವಾಮಿ ಕ್ಷೇತ್ರ ಇದರ ಅಷ್ಟಬಂಧ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಕಾರ್ಯಕ್ರಮಾದಿಗಳು 18ನೇ ತಾರೀಕಿಗೆ ಪ್ರಾರಂಭಗೊಂಡು ಇವತ್ತಿನ ದಿನ ಕ್ಷೇತ್ರದ ತಂತ್ರಿಗಳಂತಹ ಉಳಿಯತ್ತ ಶ್ರೀ ವಿಷ್ಣುಹಾಸ್ರ ಇವರ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ, ತಾಂತ್ರಿಕತ್ವದಲ್ಲಿ
ಪ್ರತಿಷ್ಠೆ ಹಾಗೂ ಬ್ರಹ್ಮಕಲಶೋತ್ಸವಾದಿ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಸಂಪನ್ನಗೊಳ್ಳದಾಯಿತು. ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಿ ಕೂಡ ನಾನು ಬಂದು ಭಾಗವಹಿಸಿದ್ದೆ. ಇವತ್ತು ಬಹಳಷ್ಟು ನಮ್ಮ ಕ್ಷೇತ್ರಗಳು ಇವತ್ತು ಜೀರ್ಣೋದ್ಧಾರವನ್ನು ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಕಾಣ್ತಾ ಇದ್ದಾರೆ. ನಾವೆಲ್ಲ ವರ್ಷ ಹೇಳ್ತೇವೆ ಈ ವರ್ಷ ಬಹಳ ಜಾಸ್ತಿ ಇದೆ ಅನ್ನೋದಾಗಿ, ಆದರೆ ಪ್ರತಿ ವರ್ಷ ಕೂಡ ಇಂತಹ ಬ್ರಹ್ಮಕಲಶಾದಿ ಕಾರ್ಯಕ್ರಮಗಳು ಬಹಳಷ್ಟು ನೆರವೇರುವುದನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 6 പ്രതികൾ കൂടി കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ബോവിക്കാനം മുതലപ്പാറയിലെ സഫ്വാൻ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായതാണ് കേസിൽ നിർണായകമായത്. കാസർഗോഡ് 17-കാരനെ 36-കാരി പീഡിപ്പിച്ചതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. യുവതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം. 7 OP-കൾ മുടങ്ങി. ഡോക്ടർമാരുടെ അഭാവം മൂലം ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ബോർഡും ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മലയാറ്റുകര കരിങ്കൽ ക്വാറി അടപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 16-ാം ദിവസം എണ്ണപ്പാറ യൂത്ത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരും എണ്ണപ്പാറ നന്മ കുടുംബശ്രീ പ്രവർത്തകരും സത്യാഗ്രഹമിരുന്നു. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മെഡിസിപ്പിന്റെ പേരിലെ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്ന കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.